വീഡിയോ കാണുന്നുണ്ടോ? അല്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ടോ? ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ? കഴിഞ്ഞു. ഓക്കെ, എന്റെ പേര് ആദില. ഞാൻ നിങ്ങളുടെ ചില നിങ്ങൾക്ക് കുറച്ച് പോർഷൻസ് എല്ലാം ടീച്ചർ ഉണ്ടായിരിക്കും. കൂടുതലും ടീച്ചർ സൈക്കോളജി എടുക്കാറ്. പാർട്ട് 2 തുടങ്ങിയുള്ള പോർഷൻസ് ആണ് എടുക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ? കിട്ടിയില്ല മാഡം. കിട്ടിയില്ല. ശരിക്കും അങ്ങോട്ട് കിട്ടിയില്ല. 50 സ്റ്റുഡൻസ് ആണോ ഉള്ളത് എല്ലാവരും? എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്ട്രെങ്ത്? 63 പേരുണ്ടായിരുന്നു. 63 പേര്. 63. ഓക്കെ, ഒന്ന് പരിചയപ്പെടണം നിങ്ങളെ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞോ നിങ്ങളുടെ? നിങ്ങൾ പറഞ്ഞിരുന്നോ? ഇല്ല മാം. ടീച്ചർ അങ്ങനെയുള്ള ഓരോരുത്തരുടെ പേര് വിളിക്കട്ടെ. നിങ്ങൾ എവിടെ നിന്നാണ്, എന്താ ചെയ്യുന്നത് എന്ന് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്ക് ഒന്ന് റിപ്ലൈ തന്നാൽ മതി. വേറൊരു കാര്യം പറയാം, ബാക്കി കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് മോണ്ടിസോറി കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട് മാം. നമ്മള് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരും. 5 10 ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം 5 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പഠിക്കുക. പിന്നെ ടെക്സ്റ്റുകൾ നന്നായി ക്വസ്റ്റ്യൻസ് പഠിക്കുക, ടെക്സ്റ്റ് നോക്കി പഠിച്ചു പോവാം. പിന്നെ നമ്മൾ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു ടേം എക്സാം നടത്തും. അതിൽ 10 മാർക്ക് ഇംഗ്ലീഷിന് ആയിരിക്കും, ബാക്കി നമ്മുടെ പോർഷൻസ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണ് എക്സാം പോകുന്നത്. ഇപ്പൊ നമ്മൾ തരുന്ന ടെസ്റ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന് വരുന്ന ക്വസ്റ്റ്യൻസുകൾ റെഗുലർ ആയിട്ട് പഠിച്ചു പോവുക. നിങ്ങൾ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എല്ലാവരും കൂടി പഠിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ അന്നന്നെ പഠിച്ചു പോവാം കേട്ടോ. പിന്നെ എന്താണ്, നമുക്കൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ബാക്കി പോണ വഴി ബാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾ കുറച്ച് ദിവസം മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ക്ലാസ്സിന്റെ ട്രാക്കിലേക്ക് വന്നാലും എങ്ങനെയാണ് ക്ലാസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ പ്രയർ ഒക്കെ ചെയ്തു തുടങ്ങിയോ നിങ്ങള്? ഇല്ല മാം, ഇന്ന് പ്രിപ്പയർ ആയിരുന്നു എല്ലാരും. ഇന്ന് പ്രിപ്പയർ ആണോ? ഞാനാണ് പ്രയറിന് പ്രിപ്പയർ ആയിരിക്കുന്നത്. പ്രയറിന് ഞാൻ പ്രിപ്പയർ ആണ്. ടീച്ചർ ഒന്നുകൂടി പറയാം. നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയർ, തോട്ട് ഓഫ് ദി ഡേ, പിന്നെ സൈനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. സൈനിങ്ങിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നു മാം. പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രയർ പറയാം, ഇഷ്ടമുള്ള തോട്ട് പറയാം, ഇഷ്ടമുള്ള രീതിയിൽ സൈൻ ചെയ്യാം. ഡാൻസ് ചെയ്യുന്നവർക്ക് ഡാൻസ് ചെയ്യാം, ആക്ട് ചെയ്യുന്നവർക്ക് ആക്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു കാര്യത്തിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും സൈനിങ്ങിന് ചെയ്യാം. പറയുമ്പോൾ എന്ത് പറയണം? സൈനിങ് ബൈ. ഇപ്പൊ റോസ്നി ആണെങ്കിൽ ആ ആക്ടിവിറ്റി ചെയ്തതിനു ശേഷം സൈനിങ് ബൈ റോസ്നി എന്ന് പറയാം. ദെൻ ലാസ്റ്റ് സൈൻ ഔട്ട് ഉണ്ട്. അതും നമുക്ക് കോട്സ് പറഞ്ഞോ പാട്ട് പറഞ്ഞോ അല്ലെങ്കിൽ ഫോർസോ അല്ലെങ്കിൽ എന്തെങ്കിലും ടങ് ട്വിസ്റ്റർ ഇല്ല, എന്ത് വേണമെങ്കിലും പറയാം. ഇത് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് പറയണം? സൈൻ ഔട്ട് ബൈ റോസ്മി എന്ന് പറഞ്ഞ് നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇപ്പോ ഇന്ന് പ്രയർ പ്രിപ്പയർഡ് ആണോ റോസ്മി? അതെ മാം. റോസ്മി പ്രയർ പാടിക്കോളൂ. ആനന്ദ സർഗവൈഭവം നിറഞ്ഞു നിൽക്കുമീ മഹാപ്രപഞ്ച സീമ തോറുമേ നിറഞ്ഞിടുന്ന ദൈവമേ, അപാരമാകമ കൃപാവരങ്ങളെ ഞങ്ങൾക്ക് കുരുന്ന ചിത്തമാകവേ കരുത്തു നിറയ്ക്കണം. ബുദ്ധിശക്തിയോന്മയം സർഗശക്തി വിനയവും നിത്യശുദ്ധ
ശക്തിയൊക്കെയും ഞങ്ങളിൽ നിറയ്ക്കണം. അക്ഷരങ്ങൾ വാക്കുകൾ സഞ്ചരിക്കും അറിവുകൾ ചിന്തയിൽ അടങ്ങുവാൻ ശക്തി നിത്യമേകണം. ആനന്ദ സർഗവൈഭവം നിറഞ്ഞു നിൽക്കുമീ മഹാ പ്രപഞ്ച സീമ തോറുമേ നിറഞ്ഞിടുന്ന ദൈവമേ. Okay, thank you, Rosmi. Thought of the day ആരെങ്കിലുണ്ടോ? Thought of the day ആരെങ്കിലും prepared ആണോ? ആരുമില്ല. ആരുമില്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർഡ് ആവണം കേട്ടോ. ഇതൊക്കെ ഒരു ഓർഡറിൽ വേണം. ഒരാൾ കോർഡിനേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടോ? ക്രിയേറ്റ് ചെയ്തിരുന്നോ? ഉണ്ട് മാം. ഒരാൾ കോർഡിനേറ്റ് ചെയ്യാതെ ഒരാൾ കോർഡിനേറ്റ് ചെയ്യാൻ എന്നിട്ട് ഈ നെക്സ്റ്റ് ഡേ ആരാണെന്നുള്ളത് പേരിട്ട് കഴിഞ്ഞാൽ ആ ഓർഡറിൽ അങ്ങനെ പോയിക്കോളൂ. പ്രെയർ ആരാണ്, തോട്ട് ആരാണ്, സൈൻ ഇൻ ആരാണ്, സൈൻ ഔട്ട് ആരാണെന്ന് നിങ്ങൾ എല്ലാവരും ഇനീഷ്യേറ്റീവ് എടുത്തത് ചെയ്യണം കേട്ടോ. ഓക്കെ, യെസ്. നമുക്കിന്ന് തുടക്കം തന്നെ ക്ലാസ് പേടിപ്പിക്കുന്നില്ല. പേടിക്കാനൊന്നുമില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ കുട്ടികളെ പഠിക്കാനുള്ള കാര്യങ്ങൾ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ അല്ലെ. പിന്നെ കുറച്ച് ടീച്ചിങ് മെത്തേഡ്സ്, പ്രാക്ടിക്കൽ മെത്തേഡ്സ്, മോണ്ടിസോറി എന്താണ്, മോണ്ടിസോറി മെത്തേഡ്സിനെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ടോപ്പിക്സിലേക്ക് സിലബസിൽ വരുന്നത്. സിലബസ് കണ്ടിരുന്നോ നിങ്ങള്? നമ്മുടെ ആദ്യ ഭാഗങ്ങളിൽ വരുന്നത് ഒരു ചാപ്റ്റർ തുടങ്ങിയെന്ന് തോന്നണല്ലേ അശ്വതി മിസ്? ഏത് ചാപ്റ്റർ എടുത്ത? മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. നല്ല ചാപ്റ്ററാണ്. അങ്ങനെ യെസ്. അതുപോലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വരുന്നുണ്ട്, ബാലൻസ്ഡ് ഡയറ്റ്, മെന്റൽ ഹൈജീനിക്, മെന്റൽ ഹെൽത്ത്, അങ്ങനെയുള്ള ഭാഗങ്ങളാണ് ഫസ്റ്റ് പാർട്ടിലാണ്. സെക്കൻഡ് പാർട്ട് മുതലാണ് നമ്മൾ സൈക്കോളജിക്കൽ പോർഷൻസ് വരുന്നത്. ചൈൽഡ് ഡെവലപ്മെന്റ് ഗ്രോത്ത് മുതൽ തിയറീസ് വരുന്നുണ്ട്. രസകരമായിട്ടുള്ള ക്ലാസ്സുകൾ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ കുട്ടികളോടും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കുട്ടികളോടും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് മുറിയിലെ കുട്ടികളോടും അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ചൈൽഡ് സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നതിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്തിൽ വരുന്നത്? സൈക്കോളജി പോർഷൻസിൽ വരുന്നത്. പിന്നെ തേർഡ് പാർട്ടിലാണ് മോണ്ടിസോറിയുടെ കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, പാർട്ട് 4 നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഒരു ക്ലാസ്സിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതൊക്കെയാണ് ആ ഭാഗങ്ങളിൽ വരുന്നത്. ഓക്കെ, നിങ്ങള് തുടർന്ന ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. കുറച്ച് ദിവസമേ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ എന്താണ് എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിൽ തന്നെ ക്ലാസ് പോയിക്കോളും. ഓക്കെ, അപ്പൊ ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കാം. ജസ്റ്റ് പരിചയപ്പെടുന്നതിന് വിരോധം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല മാം. ഹസ്ന കുറെ നേരമായി ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കണം. ഹസ്ന പറയൂ. ഹസ്ന ഉമ്മർ. യെസ് മാം. ക്യാമറ കുറച്ച് ഇപ്പൊ കാണുന്നുണ്ടോ? ഹസ്ന പറയൂ. എന്റെ പേര് ഹസ്ന ഉമർ കാട്ടിൽ. ഞാന് പ്ലസ് 2 കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റാ ചെയ്തത്. സ്ഥലം എവിടെയാ? തിരുനെല്ലൂർ. തിരുനെല്ലൂരിലല്ലോ? തൃശ്ശൂരാണ്. തൃശ്ശൂരാണ്. ഒരു മിനിറ്റ്. ഇപ്പൊ കേൾക്കാമോ? കേൾക്കാം. ഹസ്ന പറഞ്ഞോളൂ. പിന്നൊന്നുമില്ല. വീട്ടിലാരൊക്കെയുണ്ട്? ഒരു മോളുണ്ട്. മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ശരിയായി കമന്റ് താങ്ക് യു. നെക്സ്റ്റ് നീമ രാജേഷ്. നീമ. ഹായ് നീമ. ഹായ് മാം. ഹായ്, പറയൂ എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ പേര് നീമ. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു കുറച്ച് വർഷമായി, ഒരു 11 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 കുട്ടികളുണ്ട്. തൃശ്ശൂരാണ് വീട്. വേറെ ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ. മക്കള് ചെറിയ ആളിപ്പോ അംഗൻവാടിയിൽ പോയി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഫ്രീ ആണ്, അത് പഠിക്കാന്ന് വിചാരിച്ചു. നല്ല തീരുമാനം അല്ലെ. എത്ര വർഷം ഗ്യാപ്പ് എടുത്തത് എന്തുകൊണ്ടാ? അത് ഡിഗ്രി 2nd ഇയർ പഠിക്കുമ്പോഴായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രഗ്നന്റ് ആയി. പിന്നെ അങ്ങനെ നിർത്തി. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. BEdന് പോകണം എന്നാ വിചാരിച്ച. പിന്നെ നിർത്തി കഴിഞ്ഞപ്പോ പിന്നെ അങ്ങോട്ട് പറ്റണ്ടായില്ല. മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിട്ടാണോ വന്നത്? ഇഷ്ടമായിട്ട് എടുത്തതാണ്. ശരി നീമ, താങ്ക് യു. താങ്ക് യു. കോപ്പിക സനിയർ, നിങ്ങള് പറയുമ്പോ ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് നിന്ന് പറഞ്ഞോളൂ കേട്ടോ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓൺ ചെയ്യാം. ഹായ് ഗോപിക. ഹായ് മാം. എന്റെ പേര് ഗോപിക എസ് നായർ. ഞാൻ കൊല്ലത്ത് നിന്നാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. 2 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി ഡിപ്ലോമയ്ക്ക് പഠിക്കുന്നു പാലക്കാട്. ഇളയ കുട്ടി 9ാം ക്ലാസ്സിലാണ്. കുറച്ചു നാൾ PSCക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ബാച്ച് നടത്തുകയാണ് PSCക്ക് വേണ്ടി. വെരി ഗുഡ് എന്ന് പറഞ്ഞാണ്. താങ്ക് യു മാം. ഓക്കെ, യെസ്, താങ്ക് യു. പ്രജിഷ KR. പ്രജിഷ. എന്റെ പേര് പ്രജിഷ. ഞാൻ ഇവിടെ പാലക്കാട് കോട്ടായിലാണ് എന്റെ സ്ഥലം. പിന്നെ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പഠിച്ചു. അപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞു. പിന്നെ 15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 2 കുട്ടികളുണ്ട്. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. 3ലും 1ലും പഠിക്കുന്നേ. ശരി, താങ്ക് യു പ്രജിഷ. അഷിത താഹിർ. മ്യൂട്ടാണ്. ഹലോ. ഹായ്, ഹലോ. എവിടെയാണ് അഷിത സ്ഥലം? എന്റെ വീട് തൃശ്ശൂരാണ് മാഡം. തൃശ്ശൂരാണ്. ഞാന് +2 കഴിഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞു. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഗ്യാപ്പായ ഒരു മോളുണ്ട്. പിന്നെ എനിക്ക് പോവാൻ പറ്റിയില്ല പഠിക്കാൻ. ഇപ്പൊ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. വീട്ടില് കേക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കഴിഞ്ഞതാണ്. സ്മാർട്ട് സ്ട്രീലാണോ ചെയ്തത്? അല്ല, സ്മാർട്ട് സ്റ്റൈൽ അല്ല. യെസ്, ഓക്കെ, താങ്ക് യു അഷിത. ഓക്കെ മാം. ഐശ്വര്യ ധനേഷ്. ഐശ്വര്യ, ഹായ്. എവിടെയാണ് ഐശ്വര്യ? ഞാന് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. നിലമ്പൂർ. നിലമ്പൂരല്ലേ തേക്ക് മ്യൂസിയം ഉള്ളത്? നിലമ്പൂർ. അതെ. എനിക്ക് 2 കുട്ടികളാണ്. ഒരാള് LKGയിൽ ഇപ്പൊ ചേർന്നിട്ടുള്ളൂ. ഒരാൾക്ക് 2 വയസ്സായി. എന്ത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്? +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞു. BA സോഷ്യോളജിയിൽ ഡിഗ്രി കഴിഞ്ഞു. പിന്നെ കല്യാണം കഴിഞ്ഞ് 5 വർഷമായി. ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും. നിങ്ങൾ ആരും ടെൻഷൻ ഒന്നും അടിച്ച് ക്ലാസ് ഇരിക്കാൻ കേട്ടോ. ഭയങ്കര ഫ്രീ ആയിട്ട് ഇരുന്നാൽ മതി. നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെയല്ലേ ഇരുന്നാൽ മതി കേട്ടോ. ആരും ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും. ഓക്കെ, യെസ്, താങ്ക് യു ഐശ്വര്യ. താങ്ക് യു. ബിന്ദുജ ഉമേഷ്. ബിന്ദുജ. ഹായ് മാം. ഹായ്. എന്റെ പേര് ബിന്ദുജ. ഞാൻ +1 പഠിച്ച് പിന്നെ സാഹചര്യം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് പിന്നെ കുറച്ചു കാലം വീട്ടിലിരുന്നു. പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിനെല്ലാം പോയിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മാരേജ് ആയിട്ട് ഇപ്പൊ 5 വർഷമായി. പിന്നെ LKG പോകുന്ന ഒരു മോനുണ്ട് എനിക്ക്. അതെ, നന്നായി പഠിക്കണം കേട്ടോ. ഇനിയും കൂടെ പഠിച്ചു തുടങ്ങണം. നമുക്ക് പോയ അവസരങ്ങളൊക്കെ വെച്ചെടുക്കണ്ടേ? അതെ മാം.
താങ്ക് യു മാം. ജോജോ, താങ്ക് യു. റോസ്മി ജോജോ. ഹായ്. എന്റെ പേര് റോസ്മി എന്നാണ്. വീട് കേട്ടോ. താങ്ക് യു മാം. എന്റെ സ്വന്തം വീട് ഇടുക്കിയിലാണ്. കല്യാണം കഴിച്ചിട്ടിങ്ങനെ മലപ്പുറം നിലമ്പൂരാണ് കല്യാണം കഴിച്ചത്. സൗണ്ട് ബ്രേക്ക് ആവുന്നോ? സൗണ്ട് ബ്രേക്ക് ആവുന്നു. ഓക്കെ, റേഞ്ച് ഉള്ളോടത്തിരിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോ. റോസ്മി ഒന്നും കേൾക്കുന്നില്ല ടീച്ചർ. റോസ്മി ടീച്ചർ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം കേട്ടോ. വേറൊരാളുടെ പേര് വിളിക്കാം. ഒന്നും ഇങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കുന്നില്ല, ബ്രേക്കാണ്. മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ മാം. അർച്ചന രാജേഷ് വിളിച്ചിരുന്നു. അർച്ചനെ വിളിച്ചിരുന്നു ഞാൻ. ഇല്ല, വിളിച്ചില്ലായിരുന്നു. ഹായ് അർച്ചന. ഹായ്. ഹായ്. എവിടെയാണ് സ്ഥലം? കോട്ടയം എളമ്പള്ളി സ്ഥലം. കോട്ടയം. ഓക്കെ. ഞാൻ BA ഹിസ്റ്ററി ആയിരുന്നു. ഇപ്പം മാരീഡ് കഴിഞ്ഞിട്ട് 8 വർഷം. 2 ആൺകുട്ടികള്, ഒരാൾക്ക് 2 വയസ്സും ഒരാള് 2ാം ക്ലാസ്സിലും. ഇനിയിപ്പൊ അംഗനവാടിയിലൊക്കെ വിടാവുന്ന സമയമായപ്പോഴത്തേനും പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലിക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേനും കയറണം എന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണോ അർച്ചന? ഇഷ്ടമാ. ശരി, താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ ഞാനിങ്ങനെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടും കൂടെ ഒക്കെ കുറെ പേര് അറിയാൻ പറ്റും അല്ലേ? ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നോ? ആദ്യമായിട്ടാണോ? എല്ലാവരെയും നിങ്ങൾ അറിയാമായിരുന്നോ? കൂടെയുള്ള ക്ലാസ്സിൽ എല്ലാവരും അറിയാമായിരുന്നോ? ഇല്ല. ഹായ് മാം. ഹായ്. ഹായ്, നല്ല ചിരി. എന്താണ് ചിരിച്ചോണ്ടിരിക്കുക? ജസ്ന എവിടെയാണ്? എന്റെ പേര് ജസ്ന യേശുദാസ്. എന്റെ എറണാകുളം ജില്ലയാണ്, കൊച്ചി. എവിടെയാണ്? എറണാകുളം. എറണാകുളത്ത് എവിടെയാ? ചെല്ലാനം, കൊച്ചി. ചെല്ലാനം. ഓക്കെ. യെസ്. എന്ത് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇങ്ങനെയാണോ എപ്പോഴും? ഇങ്ങനെയാണോ? അതെ. ഒരു ഷോപ്പില് ബില്ലിങ്ങിന് പോവായിരുന്നു. അതിന് പിന്നെ ഇപ്പൊ ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഇപ്പം 3.5 വയസ്സ്. പ്രീ-KG-യിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. അഞ്ജു അശോക്. അഞ്ജു. ഹായ് മാം. ഹായ് അഞ്ജു. വീട് എവിടെയാണ്? വീട് പത്തനംതിട്ട കോന്നിയിലാണ്. കോന്നി. ഞാൻ +2 കഴിഞ്ഞിട്ട് TMLT ആയിരുന്നു. കുറച്ചുനാൾ വർക്ക് ചെയ്തപ്പോഴത്തേന് കല്യാണമായി. ഇപ്പൊ 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഒരു മോളുണ്ട്. മോളിപ്പോ 1ാം ക്ലാസ്സിലാണ്. അപ്പൊ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനോട് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ മോണ്ടിസോറി തിരഞ്ഞെടുത്തത്. ശരി, താങ്ക് യു. താങ്ക് യു. പ്രജിഷനെ വിളിച്ചതാണോ? പ്രജിഷ വിളിച്ചു ടീച്ചർ. ഓക്കെ. Then ജോസ്മി. ആരും ലെഫ്റ്റ് ആയിട്ട് പോയിട്ടില്ലല്ലോ? കുറെ പേര് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടോ? ഐശ്വര്യ രാഹുൽ ഉണ്ടോ? ഐശ്വര്യ രാഹുൽ. ഐശ്വര്യ രാഹുൽ. എന്റെ പേരാണോ ഐശ്വര്യ രാഹുൽ എന്ന് കിടക്കുന്നത്? അതെ. ഓക്കെ മാം, എന്റെ പേര് ഐശ്വര്യ. ഞാൻ ഇവിടെ UAE സെറ്റിൽഡ് ആണ്. നാട്ടിലെ എറണാകുളമാണ്. എന്റെ പ്രൊഫഷൻ ഞാൻ ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലർ ആണ്. ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറ. ഓക്കെ. ഞാൻ അതെ. ഓക്കെ. ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ ഇവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡെലിവറി സമയമായപ്പോൾ ഞാൻ പിന്നെ റിസൈൻ ചെയ്തിട്ട് നാട്ടിലേക്ക് പോവുക ചെയ്തത്.
ഞാൻ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻസിലാണ് വർക്ക് ചെയ്തത്. ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് കൗൺസിലിംഗിലാണ്, ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗിൽ. അപ്പൊ ഇപ്പൊ കുഞ്ഞിന് ജസ്റ്റ് 2 വയസ്സായി. അപ്പൊ ഇനിയിപ്പോ എനിക്ക് എവിടെയെങ്കിലും കയറണം. അപ്പൊ അതിന് വേണ്ടി സ്കൂളിൽ തന്നെയാണ് നോക്കുന്നത്. അപ്പൊ എനിക്ക് സ്റ്റുഡന്റ് കൗൺസിലർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് നോക്കാനായിട്ട് ചെല്ലുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു കോഴ്സും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുമെന്ന് വിചാരിച്ചു. സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? യെസ്, സൈക്കോളജിയാണ്. ഞാൻ ഫാമിലി ആൻഡ് ചൈൽഡ് കൗൺസിലിംഗ് ആണ് സ്പെഷ്യലൈസ് ചെയ്തത്. ഓക്കെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. സോറി മാം. നമുക്ക് മോണ്ടിസോറി സൈക്കോളജി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതെ അതെ അതെ. അതാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാ സ്കൂളുകളിലും ഒരു കൗൺസിലർ പൊസിഷൻ ഉണ്ട് കുട്ടികൾക്ക്. അപ്പൊ ഞാനത് ചെയ്യുമ്പോൾ വിചാരിച്ചു ഇതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും തോന്നി. അപ്പൊ അങ്ങനെയാണ് കോഴ്സ് ചൂസ് ചെയ്തത്. മോണ്ടിസോറിയും പഠിപ്പിക്കാം, അതെ, കൗൺസിലിംഗിലാണ് കുറച്ചും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. സ്കൂളിലേക്ക് ആ ഒരു പൊസിഷനിലാണ് നോക്കുന്നത്. സോറി, എന്തോ? ഫസ്റ്റ് ഡെലിവറി ആണോ? അതെ അതെ, ഫസ്റ്റ് ബേബിയാണ്. ഇപ്പൊ ജസ്റ്റ് 2 വയസ്സായതേ ഉള്ളൂ. ഞങ്ങൾ ഇവിടെ UAE തന്നെയാണ്. അപ്പോ അതാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പബ്ലിക് റിലേഷൻസിലാണ്. എനിക്ക് ആ ഒരു അധികം നിൽക്കാൻ പറ്റിയില്ല, കാരണം കോവിഡ് വന്നു, പിന്നെ കല്യാണമായി, ആ ഒരു അത്രയൊരു ഗ്യാപ്പ് വന്നു. ഞാനിത് കഴിഞ്ഞത് എല്ലാവരോടും കൂടി വേറൊരു കാര്യം പറയട്ടെ. എല്ലാവരും പറഞ്ഞ പോയിന്റിൽ അവസാനം പറയുന്ന ഒരു പോയിന്റ് ഒക്കെ സെയിം ആണ്. ഓക്കെ, താങ്ക് യു ഐശ്വര്യ. ഓക്കെ, താങ്ക് യു. ആൻസി രാജ്. ആൻസി. ഓ മാഡം. ഓ എവിടെ? എന്റെ പേര് ആൻസി രാജ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ. കേട്ടാ മനസ്സിലായി നമുക്ക്. ഓക്കെ, എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ഒരു മോനുണ്ട്. എന്താണ് ക്വാളിഫിക്കേഷൻ? എന്താണ്? എനിക്ക് +2 ആണ്. +2 ആണ്. ഓക്കെ. മോണ്ടിസോറി ഇഷ്ടപ്പെട്ടിട്ട് ചേർന്നതാണോ? അതെ അതെ. ഓക്കെ ആൻസി, താങ്ക് യു. താങ്ക് യു. അനിത അച്യുതൻ. അനിത. ഹായ് മാം. അനിത. ഹായ് മാം. ഹായ്. എന്റെ പേര് അനിത. അതെ, ഞാൻ ഡ്യൂട്ടിയിലാണ്. എന്റെ പേര് അനിത. കോട്ടയത്ത് കുറവലങ്ങാടാണ് സ്ഥലം. 2 ആൺകുട്ടികളാണ്. ഞാൻ GDA കോഴ്സ് ഓൺലൈനായിട്ട് ചെയ്തിട്ട് ഇപ്പൊ കുവൈറ്റില് ഹോം കെയർ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. സുഖം. അതെ അതെ, കുവൈറ്റില്. ശരി ശരി. ഇപ്പൊ ഡ്യൂട്ടിയിലാണല്ലേ? ഡ്യൂട്ടിയിലാണ് മാം. അതെ അതെ, ഡ്യൂട്ടിയിലാണ്. നടക്കട്ടെ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. അഞ്ചു അശോക് വിളിച്ചിരുന്നോ? വിളിച്ചാണല്ലേ? അൻസി KM. അൻസി KM. യെസ് മാം. അൻസി എവിടുന്നാ? എന്റെ വീട് തൊടുപുഴയാ. തൊടുപുഴ. കല്യാണം കഴിഞ്ഞിട്ട് 15 വർഷമായി. 3 മക്കളുണ്ട്. ഇളയയാള് UKG പഠിക്കുന്നു. പിന്നെ ടീച്ചിങ് പ്രൊഫഷൻ ഇഷ്ടമാണ്, അതുകൊണ്ട് മോണ്ടിസോറി തിരഞ്ഞെടുത്തു. വേറെ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല? ഞാൻ +2 കഴിഞ്ഞിരിക്കുന്നുള്ളൂ. 10 കഴിഞ്ഞിട്ട് അറബി കോളേജിലായിരുന്നു പഠിച്ചത്. +1 +2 ഞാൻ ഈയിടെ ഓൺലൈനായിട്ട് പഠിച്ച NIOSന്റെ കോഴ്സ് പഠിച്ച് എഴുതിയെടുത്തുള്ളൂ. താങ്ക് യു മാം. അൻസു മോൾ TA. അൻസു മോൾ. അൻസു മോൾ. യെസ് മാം. ഇവിടെ അൻസു. ഹായ്. സ്റ്റക്കാണോ? കാണുന്നില്ല. ഹായ് മാം. ഞാൻ ആലുവ എറണാകുളം. ആലുവ എറണാകുളം. ആലുവ നമ്മുടെ തൊട്ടടുത്തല്ലോ. ഞാൻ അതെ അതെ. ഞാന് ഡിഗ്രി BEd കേട്ടിട്ടുണ്ട്.
പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ടീച്ചറായിട്ട്. എനിക്ക് 3 മക്കള്. ഇളയാളിപ്പോ അങ്കൻവാടിയിൽ പോണു. അപ്പൊ ഈ കോഴ്സ് ചെയ്യാൻ വിചാരിച്ചു. സബ്ജക്ട് BSc കെമിസ്ട്രി. കെമിസ്ട്രി. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ അപ്പൊ എല്ലാവരും പരിചയപ്പെടുമ്പോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ചത് ഇത്ര വലിയൊരു പ്രശ്നമാണോ? പറയുമ്പോ അങ്ങനെ പറഞ്ഞു വേണേനല്ലേ? അതായത് എനിക്കതൊരു കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളൊന്നും ബാധിക്കില്ല. അത് നമ്മുടെ ലൈഫാണ് അല്ലേ? നമുക്കൊരു ജീവിതമുണ്ട്, അതില് മാരേജ് പറഞ്ഞിട്ടുള്ളതാണ്. ഇഷ്ടമുള്ളവർക്ക് മാരേജ് ചെയ്യാൻ, വേണ്ട ഒറ്റയ്ക്ക് ജീവിക്കാം. കുട്ടികള്, ഫാമിലി, അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കരിയർ. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. കൊണ്ടുപോകണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുറച്ച് മാറ്റൊക്കെ നമുക്ക് വേണം അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആരും ടെൻഷനൊന്നും അടിച്ച് ക്ലാസ്സിൽ ഇരിക്കാനൊന്നും വേണ്ട. എല്ലാവരും ഒരേപോലെയൊക്കെ തന്നെയാണ്. ആരുടെ ക്വാളിഫിക്കേഷൻ അതൊന്നും ഇവിടെ അതൊരു മാറ്റർ അല്ല. നിങ്ങൾ ഇവിടെ എല്ലാവരും എന്താണ് മോണ്ടിസോറി ടീച്ചേഴ്സ് ആവാൻ വന്നിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ അതാവാൻ വേണ്ടി തന്നെയുള്ള പരിശ്രമങ്ങളാണ്. അതിനുവേണ്ടി നമ്മൾ പഠിപ്പിക്കും. നിങ്ങളത് പഠിക്കുക, വർക്ക് ചെയ്യാനുള്ളത് ചെയ്യാം. അത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാക്കി ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിന്റെ ഒപ്പം നടന്നു പൊക്കും. പ്രശ്നങ്ങളില്ലാണ്ട് ആരാണോ അല്ലേ? കുട്ടികൾ എന്റെ കുഞ്ഞിനെ നോക്കണം, പഠിക്കണം, ഇതൊക്കെ ഒരുമിച്ച് പോണം. നമ്മള് സ്ത്രീ എന്ന് പറയുന്ന ചെറിയൊരാളല്ല അല്ലെ? നമ്മുടെ ഉള്ളിൽ ഒരുപാട് ശക്തികൾ ഉറങ്ങിയെടുപ്പുണ്ട്. നമ്മൾ കാണാത്തോണ്ടാണ് അത് പുറത്തേക്ക് വരാത്തത്. അപ്പൊ ആർക്കും കഴിവില്ലാന്ന് ആരും വിചാരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എബിലിറ്റീസ് എല്ലാവർക്കും ഉണ്ട്. പതിയെ പതിയെ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാം. നിങ്ങൾ കൂടി അതിൽ എഫേർട്ട് എടുക്കണം. ഒരാളും എഫേർട്ട് എടുക്കാൻ പോകുമ്പോൾ ജയിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ടെൻഷനും വേണ്ട, നല്ല കോൺഫിഡൻസ് ആയിട്ട് തന്നെ ഇരിക്കുക. നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകാം. ടീച്ചറായി മാറുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് കോൺഫിഡൻസ് ആണ് അല്ലെ? കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ട് നിൽക്കാനുള്ള ഒരു ധൈര്യം വേണം. അതൊരു ചില്ലറ ധൈര്യമൊന്നുമല്ല, ധൈര്യം വേണം. 50 കുട്ടികളുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ 50 പേരെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കണ്ടന്റ് പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് കുട്ടികളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലെ? ആ ക്ലാസ്സിലേക്ക് കുട്ടികളെ മനസ്സുകൊണ്ട് കൊണ്ടുവരിക. അവരുടെ മനസ്സാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത്. കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, ഒരു കുട്ടി എന്താണെന്ന് അറിയണം. അതിനൊക്കെ ആദ്യം കണ്ടന്റിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. കണ്ടന്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പഠിപ്പിക്കാം അല്ലെ? ഒരു പോയം പഠിപ്പിക്കണോ, ആക്ഷൻ സോങ് പഠിപ്പിക്കണോ, ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായി മാറാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? കുട്ടികളെപ്പോഴും നമ്മളെ അതാണ് നമ്മൾക്ക് അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപികയായി മാറും. ഒപ്പം പഠിപ്പിക്കുകയും വേണം, അതോടൊപ്പം തന്നെ അവരുടെ മനസ്സിലൊന്നും നമ്മൾ എന്തായിരിക്കണം അതിന് പറ്റണം. അതിന് നമുക്ക് മാക്സിമം പറ്റണം. അത് നിങ്ങൾക്ക് പറ്റും, എല്ലാവർക്കും പറ്റും. എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പറ്റും. ആരും ഒരാൾക്കും ഒരു കൂടുതലോ കുറവോ ഒന്നുമില്ല, എല്ലാവരും ഈക്വലാണ്. ഓക്കെ, കല്യാണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞെന്നുള്ളത് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴാണ് നിങ്ങൾക്ക് അവസരം വന്നിരിക്കുന്നത്, ഇപ്പോഴാണ് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ? അപ്പൊ ആ ഒരു ധൈര്യത്തോടുകൂടി ഇരിക്കുക. ആരും ടെൻഷനും വേണ്ട. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യാം. ഇനി ഇത്രയും കുട്ടികൾ നമ്മുടെ ഫ്രണ്ട്സ് ആണ്. 61 സ്റ്റുഡൻസ് വിളിക്കുന്നില്ലേ? 61 പേരൊരു ഫാമിലിയാണ് കേട്ടോ. അപ്പൊ ആ ഒരു റിലേഷൻഷിപ്പ് ഒക്കെ കൊണ്ടുപോകാം. ഒരു 6 മാസം 7 മാസം ഒക്കെ നമ്മൾ ഒരുമിച്ചുണ്ടാവും ഈ ഒരു യാത്രയിൽ അല്ലെ? ഓക്കെ, അപ്പൊ അതിൽ നിങ്ങൾക്കുള്ള സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിൽ നമ്മളോട് ഷെയർ ചെയ്യാം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ പറയാം. ഇത്രയും കൂട്ടുകാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എല്ലാവരും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ പറയുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ഒന്ന് പഠിക്കുക, ചെയ്യുക. അത്രയും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതൊന്നുമില്ല. ബാക്കി കുറച്ച് പേരോട് പരിചയപ്പെട്ടിട്ട് പറയാം കേട്ടോ. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ട് മാം. ആവണി വിപിൻ. ആവണി. ഹലോ മാഡം. ആവണി, എല്ലാവരും നല്ല ചിരിയുള്ള ആൾക്കാരാണ് കേട്ടോ. ഭയങ്കര ചിരിയാണല്ലോ. എന്റെ സ്ഥലം ട്രിവാൻഡ്രം ആണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് പഠിച്ചത്. വർക്ക് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ശരി. ആവണി. ആശ സുമേഷ്. ആശ, ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ.
ആശയുടെ മൈക്ക് ഓഫ് ആണ്. ഓൺ ചെയ്യൂ, മൈക്ക് ഓൺ ചെയ്യൂ. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എന്ത് ചെയ്യുന്നത് ആശ? ഞാൻ അബാക്കസിന്റെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. അപ്പം എനിക്ക് ഇതേപോലെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ടീച്ചറായിട്ടില്ല, ആദ്യം ടീച്ചർ ആവണം എന്നുണ്ടാവും, ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം തന്നെയാണ്. അപ്പം മോണ്ടിസറി കണ്ടപ്പോൾ ഒന്ന് അതിൽ ജോയിൻ ചെയ്യാൻ തോന്നി. അപ്പം കഴിഞ്ഞ വർഷം ചെയ്യാൻ നോക്കിയപ്പം പറ്റിയില്ല. അപ്പൊ ഇപ്രാവശ്യം ഇത് ഓൺലൈനിൽ കണ്ടപ്പോൾ ഒന്ന് വർക്ക് ചെയ്യണം തോന്നി. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. രമ്യ, രമ്യ കെ. രമ്യ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ല. നിങ്ങളോട് പ്രത്യേക ഒരു കാര്യം പറയാം, നിങ്ങൾ മാക്സിമം റേഞ്ച് ഉള്ളിടത്തുനിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. ചിന്നു രാഹുൽ. ചിന്നു, നല്ല പേര്. മാം ഹായ് മാം. എവിടെ? ഹായ്. എന്റെ പേര് ചിന്നു. ഞാൻ എറണാകുളം കുമ്പളാണ് സ്ഥലം. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് അല്ല. എന്താ മാം? കുമ്പളാണോ സ്ഥലം? സ്ഥലം കുമ്പളം, എറണാകുളം. കുമ്പളം കുമ്പളം കുമ്പളം. കുമ്പളത്തിൽ രണ്ടാണോ? അതെ അതെ. ഓക്കെ, ശരി, പറയൂ. ഞാൻ ഇപ്പൊ നിലവില് അബാക്കസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട്. ഓക്കെ. ഓക്കെ മാം. ശരി, മാരീഡ് ആണോ? മാരീഡ് ആണ്. 2 കുട്ടികളുണ്ട്. ഒരാള് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ, ഒരാൾ UKG പഠിക്കുന്നു. ഓക്കെ, ശരി. ചിന്നു ഉണ്ട്, ചിഞ്ചു ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ കേട്ടോ. ചിഞ്ചു രാജേഷ്. ചിഞ്ചു, ചിഞ്ചു വിളിക്കാൻ എളുപ്പമാണ് അല്ലെ? ചെറിയ പേരുള്ളവരൊന്ന് സൂക്ഷിക്കണം, ഇടയ്ക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് വരും. സിമ്പിൾ ആയിട്ടുള്ള പേരുകളുണ്ട്. ചിഞ്ചു കേൾക്കുന്നില്ല. രമ്യ. ഹായ് മാം. ഹായ്. ഞാൻ ആലപ്പുഴ അരൂരിൽ നിന്നാണ്. ആലപ്പുഴക്കാരിയാണ് അല്ലെ? ഓക്കെ. നേറ്റീവ് പ്ലേസ് ട്രിവാൻഡ്രം ആണ്. ഞാൻ PG കഴിഞ്ഞു. പിന്നെ ഈ ടീച്ചിങ് പ്രൊഫഷൻ മോണ്ടിസറി കോച്ചിങ് സെലക്ട് ചെയ്തത്. 2 കുട്ടികളുണ്ട്. 4 എന്താ മാഡം? PG ഏതാണ്? ആണെങ്കിലും സൈഡിൽ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറെ വർഷമായിട്ട്. ഇപ്പോഴും ഉണ്ട്. പഠിപ്പിച്ചുള്ള ഒരു പ്രശ്നമില്ല, അതൊക്കെ അതിന്റെ കൂടെ നടക്കും അല്ലേ? അതെ. നിങ്ങൾക്ക് മരണം വരെ പഠിക്കാൻ പറ്റുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അതെ. ഓക്കെ, നല്ല കാര്യം. ഓക്കെ, സന്തോഷം പരിചയപ്പെട്ടതില്ല. താങ്ക് യു മാം. താങ്ക് യു. ചിഞ്ചു കേൾക്കുന്നുണ്ടോ? ഇല്ല. മേഘ. മേഘ KM. ഹലോ മിസ്സേ. ഹായ് മേഘ. എന്റെ പേര് മേഘ. തൃശ്ശൂരാണ് വീട്. ഞാന് +2 കഴിഞ്ഞിട്ട് ഫാഷൻ ഡിസൈനിങ് ആണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി. ഒരു മോനുണ്ട്. പേര് ദേവലക്ഷിത്. നല്ല കുറുമ്പ. ഹസ്ബൻഡിന്റെ പേര് അശ്വിനി കുമാർ. ആൾക്ക് ഇന്റീരിയറിന്റെ വർക്കാണ്. അപ്പൊ ഞാനിങ്ങനെ മോണ്ടിസറി പഠിക്കണെന്ന് പറഞ്ഞപ്പോ ആള് ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ ടീച്ചർ എന്താ പറയാ, എനിക്ക് ചെറുപ്പം തൊട്ട് തന്നെ ടീച്ചർ ആവാൻ നല്ല ആഗ്രഹമാണ്. അപ്പൊ അമ്മയ്ക്ക് ക്ലാസ് എടുക്കാനാണ്. അമ്മ ക്ലാസ്സിൽ കയറിയിരിക്കുകയാണ്. പോയിട്ടില്ല, അവന് വയ്യായിരുന്നേ. പിന്നെ അങ്കമാടി വീട്ടിലെ അങ്കമാടി പോണ്ടവൻ. പോണ ദിവസങ്ങളിൽ കുഴപ്പമില്ല, എനിക്ക് ക്ലാസ് വെച്ചോളൂ, സമ്മതിക്കില്ല. വെച്ചോളൂ കേട്ടോ. താങ്ക് യു. ദുർഗ ശ്യാം. ദുർഗ. ഹായ് മാം. എന്റെ പേര് ദുർഗ. തൃശ്ശൂരാണ് സ്ഥലം. എനിക്ക് ഹസ്ബൻഡ് 2 മക്കളുണ്ട്. മോള് 6th, മോനിപ്പോ 1st സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൂ.
മോള് അംഗൻവാടിയിൽ പോയിരുന്ന സമയത്ത് ഞാൻ 2 വർഷം അവിടെ വർക്ക് ചെയ്തിരുന്നു. മോളുടെ ടീച്ചർക്ക് വയ്യാണ്ടായപ്പോ. പിന്നെ ഞാനത് കഴിഞ്ഞ് ഞാനിപ്പോ നിലവിൽ അക്ഷയയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ ഒരു 4-5 വർഷമായിട്ട് അക്ഷയയിലാണ്. ഇപ്പൊ ലീവാണ് 2 മാസമായിട്ട്. ടീച്ചർ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതാണ് ഞാനിപ്പോ ഇതിലേക്ക് വന്നിരിക്കുന്നത്. Okay, yes. Okay, thank you, Durga. താങ്ക് യു. Okay. നിങ്ങൾ പരസ്പരം നിങ്ങളേക്ക് ഇന്നാണോ കാണുന്നത് എല്ലാവരും? അതെ 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 അതെ, okay. ഈ പരിചയപ്പെടാൻ വേറെ കാര്യമുണ്ട്. നമ്മള് എല്ലാവരും ക്ലാസ്സില് 50 പറഞ്ഞില്ലേ, 80 കുട്ടികൾ ഉണ്ടെങ്കിൽ 50 കുട്ടികളെ നമ്മൾ അറിഞ്ഞിരിക്കണം. 50 കുട്ടികൾ ആരൊക്കെയാണ്, എവിടെ നിന്നാണ്, എന്താണെന്നുള്ളവർക്ക് അറിഞ്ഞാലല്ലേ എനിക്ക് നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ, അല്ലേ? അതാണ് ഒരു നല്ല ക്ലാസ്. അതെ. പിന്നെന്ന് വെച്ചാൽ ഇനി നമ്മൾ പോകുന്ന പോക്കില് ഒരു 6 മാസത്തെ ഗ്യാപ്പില് നമ്മൾ ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് ഒരു കോൺവൊക്കേഷൻ സെറമണി വരുന്നുണ്ട് നമുക്ക്. ലാസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് സെറമണി ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്മാർട്ട് സ്റ്റഡി അക്കൗണ്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത പ്രോഗ്രാംസ് ഒക്കെ. ഇൻസ്റ്റയില് കണ്ടിരുന്നു. അപ്പൊ ആ ലാസ്റ്റ് ദിവസം ഇവര് ആരെയും അറിഞ്ഞില്ല, നിങ്ങൾ ആരെയും പറ്റില്ല. നിങ്ങളെന്ന് പറഞ്ഞ എന്റെ ഒരു നമുക്ക് ഹിന്ദു ആയിരിക്കും അല്ലെ, ടീച്ചറിനെ കാണുമ്പോൾ വരുമായിരിക്കും. പക്ഷെ നിങ്ങൾ ആരും എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പേര് അറിയാൻ പറ്റും, പക്ഷെ എല്ലാവരും ശബ്ദം കൊണ്ടായിരിക്കും നമ്മൾ അറിയാൻ പോകുന്നത്. ആ ഒരു സമയത്ത് ഒരു കണക്ഷൻ ഉണ്ടാവും, ഒരു പരിചയം. അതുകൊണ്ടാണ് ഇപ്പോഴേ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അവിടെ എന്തോ എന്താ പറഞ്ഞേ? ഓക്കെ, ജോത്സ്ന, ഷംജിത്ത്, ജോത്സ്ന. ഹലോ മാം, അങ്ങനെ തന്നെയാണോ പേര്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കേൾക്കാം, പറഞ്ഞോളൂ ജോത്സ്ന. ഹായ് മാം, ഞാൻ ജോത്സന. ഞാൻ MA വരെ പഠിച്ചിട്ടുണ്ട്. MA മലയാളമാണ് ഞാൻ എടുത്തത്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. എനിക്കൊരു മോനുണ്ട്. 7 വർഷമായി. എനിക്കൊരു മോനുണ്ട്. ആള് തൊട്ടിപ്പുറമുള്ള സ്കൂളില് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജോത്സ്നയ്ക്ക് ഇഷ്ടപ്പെട്ട ആരാണ് മലയാളത്തില്? മലയാളത്തില് മാധവിക്കുട്ടിയെ ഇഷ്ടമാണ്. കവികളോ? കവിയിൽ ആരെയാണ് ഇഷ്ടം? കവികളിൽ നമ്മുടെ കുമാരനാശാൻ, കുളത്തോള്, അങ്ങനെ ഇന്നാണെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഇഷ്ടമാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് ഒരു മലയാളം ഉള്ള ഒരാള് അത്യാവശ്യമാണ്, നല്ല കാര്യം. മലയാളമുള്ള ടീച്ചർ വേണം നമുക്ക്. ആണോ? ഓക്കെ. താങ്ക് യു ജോത്സ്ന. ജോത്സ്ന പാടുമോ? പാടൊന്നുമില്ല, പേര് മാത്രമേ ഉള്ളൂ. പേര് മാത്രമേ ഉള്ളൂ. നമ്മൾ പാടും, ഇവിടെ എല്ലാവരും പാടും, എല്ലാവരും ഡാൻസ് കളിക്കും കേട്ടോ. അങ്ങനെ ആരെയും നമ്മൾ നിർത്തിവിടാൻ പോകുന്നില്ല. നിങ്ങളുടെ എല്ലാ കഴിവുകളും ഇവിടെ പുറത്തു വരണം. ഓക്കെ, ലിഖിത ദിലീപ്. ലിഖിത, ലിഖിത അങ്ങനെ പേര്? യെസ് മാം, എൻ്റെ പേര് ലിഖിത. ഞാൻ കണ്ണൂരാണ്, കണ്ണൂർ തലശ്ശേരിയാണ്. ഞാൻ BA വരെ പഠിച്ചിട്ടുണ്ട്. BA എക്കണോമിക്സ് ആയിരുന്നു. കുറച്ച് നാൾ PG ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു, ബൈപ്പാസിന്റെ. അങ്ങനെ പിന്നെ പോകാൻ പറ്റില്ല. അങ്ങനെയാ പിന്നെ ഈ കോഴ്സ് ചെയ്തത്. ശരി, ലിഖിത, സന്തോഷം. കേട്ടോ ലിഖിത? യെസ് മാം. പറയൂ. എൻ്റെ പേര് ലിഖിത ആണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BCom ആണ് എടുക്കുന്നത്. ഞാൻ ഒരു 2-3 കൊല്ലം ഞാൻ ഓഫീസ് അഡ്മിൻ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. എനിക്കൊരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്, ഒരു 4 മാസം പ്രായമുള്ള ഒരു മോനും ഉണ്ട്. അപ്പൊ ഞാൻ ലീവ് എടുത്തിട്ട് ഇത് ചെയ്തിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഒരു ടീച്ചർ ആണെന്ന് അംബിഷൻ ആയിരുന്നു. ഓക്കെ മാം. താങ്ക് യു ലിഖിത. താങ്ക് യു മാം. മുഹമ്മദ് സുധീർ എന്ന അക്കൗണ്ടിലുള്ള ആരാണ്? മുഹമ്മദ് സുധീർ. ഹായ് മാം, പേര് പറയൂ. എൻ്റെ പേര് താജുന്നിസ. എൻ്റെ വീട് കോഴിക്കോട്, കല്യാണം കഴിച്ചത് കൊല്ലം കരുനാഗപ്പള്ളി. 7 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 2 മക്കളുണ്ട്. ഞാൻ MA സോഷ്യോളജി പഠിച്ചതാണ്. കല്യാണത്തിന് മുമ്പ് ഒരു പ്രൈവറ്റ് സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിപ്പിച്ചിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയ ശേഷം ഒന്നുമില്ലായിരുന്നു. ഇപ്പം 2 വർഷം മുമ്പ് ഹസ്ബൻഡ് മരിച്ചു.
അപ്പം എന്ത് പറ്റിയതാണ്? അദ്ദേഹത്തിന് ക്യാൻസർ ആയിരുന്നു കാലിന്. ഓക്കെ ഓക്കെ. യെസ്. നമുക്ക് നല്ല ടീച്ചർ ആവട്ടെ. അത്യാവശ്യമാണ്. അത്യാവശ്യമാണ് ജോലി. പിന്നെ മൂത്ത മോൾക്ക് ഇപ്പൊ 4.5 വയസ്സ്, രണ്ടാമത്തെ മോൾക്ക് 3 വയസ്സാവുന്നു. ഓക്കെ. അപ്പൊ പേര് മറന്നുപോയടോ? എന്ത്? പേര് മറന്നുപോയി. താജുന്നിസ. താജുന്നിസ. അതെന്തെങ്കിലും ചെറുതായിട്ട് വിളിക്കാൻ പറ്റുമോ നമുക്ക്? എന്തെങ്കിലും ചെറുതായിട്ട് വിളിക്കുന്നുണ്ടാ വീട്ടില്? ഇവിടെ വീട്ടിൽ നിസ എന്നാ വിളിക്കുക. നിസ, അതാ നല്ലത്. നമ്മളത് നീട്ടി വരുന്നത് കുറെ സമയം എടുക്കും. ഓക്കെ നിസ, താങ്ക് യു പരിചയപ്പെട്ടല്ല കേട്ടോ. ഓക്കെ ഓക്കെ. പ്രഫുല അമ്മു. ഹായ് മാം. ഹായ്. ഹായ് മാഡം, എൻ്റെ വീട് മണ്ണാർക്കാടാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം കഴിഞ്ഞു. കുട്ടിക്ക് 1.5 വയസ്സ് കഴിഞ്ഞു. ഞാൻ പഠിച്ചത് BA എക്കണോമിക്സ് കഴിഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഓഫീസ് ഓട്ടോമേഷൻ ഡിപ്ലോമ എടുത്തു. ഇപ്പൊ ട്യൂഷൻ എടുത്തിരുന്നു. ഇപ്പൊ കുട്ടി ചെറുതായ കാരണം എടുക്കാൻ പറ്റുന്നില്ല. ശരി, താങ്ക് യു. ചിഞ്ചു കേൾക്കുന്നുണ്ടോ? രൂപ നായർ. രൂപ. രൂപ. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ചിലവർ കേൾക്കുന്നുണ്ടാവില്ല. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഹായ് രൂപ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ചിരിമുത്തുകളാണ് കേട്ടോ. എനിക്ക് 50-കാർക്ക് നല്ലത് ചിരിക്കാൻ അറിയാം. അതങ്ങനെ ടീച്ചറിന് വേണ്ട ഒരു ക്വാളിറ്റി ആണല്ലേ ചിരിക്കാൻ പറ്റാന്നുള്ളത്. പറയൂ രൂപ. മാം, എനിക്ക് 2 കുട്ടികളുണ്ട്. ഒന്ന് 9ാം ക്ലാസ്സിൽ, ഒന്ന് 2ാം ക്ലാസ്സിലാണ്. ഞാൻ ഹൗസ് വൈഫാണ്. 15 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ വെറുതെ ഇരിക്കുമ്പോ ഈ കോഴ്സ് കണ്ടു. ടീച്ചർ പഠിക്കാൻ വിചാരിച്ചിട്ട് ഈ കോഴ്സ് എടുത്തതാണ്. ഓക്കെ ഓക്കെ, ശരി രൂപ, സന്തോഷം കണ്ടതിൽ. താങ്ക് യു മാം. താങ്ക് യു. സൗമ്യ സജി. സൗമ്യ. സൗമ്യ. ശ്രുതി ശ്യാം. ശ്രുതി ശ്യാം. സുധ CG. സുധ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ്. എനിക്ക് 2 മക്കളുള്ളത്. ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ വീട് എറണാകുളത്ത് ചെല്ലാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പൊ ഒരു ജസ്ന എന്ന് പറയുന്ന ഒരു കുട്ടി ഞാൻ പരിചയപ്പെട്ടു. രണ്ടുപേരുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഈ മീറ്റിലൂടെയാണ് ഞാനും അറിഞ്ഞത് ചെല്ലാനത്തെ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് തിരഞ്ഞെടുത്തത്. ഞാൻ BA സോഷ്യോളജി ആയിരുന്നു. ഇപ്പൊ ഒരു 15 കൊല്ലം കൂടുതലായിട്ടുണ്ട് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട്. കുറെ പേരൊക്കെ കുറെ ഗ്യാപ്പുള്ളവരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ അല്ലേ? സുജി ദാസ്. സുജി ദാസ്. സുജി. സുസ്മിത. സുഷ്മിത എന്നാണോ? സുഷ്മിത കുക്കു. താര. താര ഹിമേഷ്. മാഡം സിജി പറഞ്ഞത് ഞാനാണോ? പറയൂ. മാഡം സംസാരിക്കുന്നതില് ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു യാത്രയിലാണ്. എന്റെ പേര് സിജി കല എന്നാണ്. ഞാൻ പാലക്കാട്. എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത ആള് 3rd സ്റ്റാൻഡേർഡ്, ചെറിയ ആള് LKG-യിലാണ്. പിന്നെ നേരത്തെ ഞാൻ DED എന്നുള്ള കോഴ്സ് TTC കഴിഞ്ഞിട്ട് സെം വൈസ് DED എന്നുള്ള കോഴ്സ് ഞാൻ ചെയ്തായിരുന്നു. പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പൊ അത് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാനിത് ചെയ്യുന്നു.
ഓക്കെ ഓക്കെ ശരി, താങ്ക് യു. ഓക്കെ ശരി. അപ്പൊ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മാക്സിമം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, സ്കൂളിൽ ജോയിൻ ചെയ്യണം. ആ ഒരു പർപ്പസ് തന്നെ നിങ്ങൾ ആ ഒരു ലക്ഷ്യത്തോടുകൂടി തന്നെ വർക്ക് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്തിരുന്നു മാം. എനിക്കതില് ഒരു സെമ്മില് ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാന് അതുമായി ബേസ് ചെയ്ത് ഞാൻ 1 ഇയർ ഞങ്ങളുടെ അവിടെ പാലക്കാട് ഒരു സ്കൂളില് വർക്ക് ചെയ്തതായിരുന്നു സർട്ടിഫിക്കറ്റ് വരുന്നതിന് മുൻപ്. പക്ഷെ എനിക്ക് ആ എഴുതിയെടുക്കാൻ ശ്രമിച്ചിട്ട് അത് പറ്റിയില്ല. അപ്പൊ വീണ്ടും ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാണ് അതേ പൊസിഷനിൽ ഒന്നുകൂടെ നോക്കാന്ന് വെച്ചിട്ട്. ഓക്കെ ഷിജി, താങ്ക് യു ഷിജി. താങ്ക് യു. ഷിനുമോൾ സിറ്റി. ഷിനുമോൾ. സഫിയ ബാനു. സഫിയ ബാനു. ശരണ്യ ദിനേശ്. ശരണ്യ. രശ്മി എസ് ഉണ്ടോ? രശ്മി എസ്. ഹായ് മാം. ഹായ് രശ്മി. എന്റെ പേര് കാണുന്നില്ല. രശ്മി എന്നാണ്. ഞാൻ +2 കഴിഞ്ഞിട്ട് DMLT ആയിരുന്നു. കല്യാണം കഴിഞ്ഞായിരുന്നു. പിന്നെ പോയി. കുഞ്ഞിനിപ്പോ 1 വയസ്സായതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതുകൊണ്ട് ഹസ്ബൻഡാ പറഞ്ഞത് എന്തേലും പഠിക്കുന്നെങ്കിൽ പഠിച്ചോളാണ് ഞാൻ കോഴ്സ് എടുത്തത്. അവൻ സമ്മതിക്കുന്നില്ല, അതായത് ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഇന്ന് ഉറങ്ങിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല കുട്ടി, നല്ല റെസ്പോൺസ്. ഹായ് ഹായ്. ഓക്കെ രശ്മി, താങ്ക് യു. എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ഇതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലേ? സിജി നമുക്ക് മനസ്സിലായി വണ്ടിയിലാണെന്ന് കേട്ടോ. ഓക്കെ, ക്യാമറ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല കേട്ടോ. ലെഫ്റ്റ് ആണെങ്കിൽ ആയിക്കോളൂ, പ്രശ്നമില്ല. നമുക്ക് ജസ്റ്റ് പരിചയപ്പെടുന്ന മാത്രമേ ഉള്ളൂ. വേറെ ആരും പോവില്ല കേട്ടോ. രാഖി ധ്യാൻ. രാഖിയാണോ? രാഖി ഉണ്ടോ? ഹലോ. ഹലോ, എന്റെ പേര് രാഖി. നിങ്ങളൊന്ന് നോക്കി, ഞാൻ പറഞ്ഞല്ലേ എല്ലാവരും ഭയങ്കര ചിരിക്കാരാണ്. തൃശ്ശൂരാണ് സ്ഥലം വരുന്നത്. തൃശ്ശൂർ മുല്ലശ്ശേരി. ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി 2nd ഇയർ വരെ പോയിട്ടുള്ളൂ. പിന്നെ അപ്പോഴേക്കും മാരേജ് ഒക്കെ കഴിഞ്ഞു. ഒരു മോനുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കണം. ഓക്കെ, താങ്ക് യു രാഖി. എന്താ മാം? സ്പെല്ലിംഗ് ഇങ്ങനെ തന്നെയാണോ രാഖി? RAGI. ഓക്കെ ശരി, താങ്ക് യു. താങ്ക് യു മാം. ആരെങ്കിലും ഉണ്ടോ? ആൻസി സംസാരിച്ചല്ലേ? സംസാരിച്ചു. ചിഞ്ചു നേടി കിട്ടാട്ടോ. ചിഞ്ചു ഉണ്ടോ? ചിഞ്ചു ഇവിടെ സിമ്പിളൊക്കെ വിടുന്നുണ്ട് തമ്പിന്റെ. എന്നെ വിളിച്ചില്ല. എന്നെ വിളിച്ചില്ല. അതാരത്? ബിൻസി. പറയൂ. എന്റെ പേര് ബിൻസി എന്നാണ്. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര. കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. ഒരാൾ +1 പഠിക്കുന്നു, ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ +2 കഴിഞ്ഞ് GNM കോഴ്സ് പഠിച്ചതാ. 1 വർഷം ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 15 വർഷത്തെ ഗ്യാപ്പ് വന്ന് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഗ്യാപ്പ് ആയതുകൊണ്ട് പാടാണ് ജോലി കിട്ടാൻ. അതുകൊണ്ട് മോണ്ടിസോറി പഠിക്കാന്ന് വിചാരിച്ചു. ഓക്കെ, താങ്ക് യു ബിൻസി. പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. അടുത്തത് അനുജ. അനുജ ഉണ്ടോ? ഹലോ മാം. ഹലോ ശരണ്യ. ഞാൻ വിളിച്ചു കേട്ടില്ല അല്ലേ? കേട്ടു. ഞാൻ വീഡിയോ ഇതായപ്പോ എന്തോ ഒരു ഇതുപോലെ. എന്റെ പേര് ശരണ്യ, തൃശ്ശൂരിന്നാണ്. തൃശ്ശൂര് ഗുരുവായൂര്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 2 വർഷം പോയി. BA എക്കണോമിക്സ് ആയിരുന്നു. പിന്നെ 3 മക്കളുണ്ട്. മൂത്താള് 8ല്, രണ്ടാമത്തെ ആള് UKG, താഴെ ആള് ഇപ്പൊ നഴ്സറിയിൽ പോയി തുടങ്ങി. അപ്പൊ
വെറുതെ ഇരിക്കില്ലെന്ന് വിചാരിച്ചിട്ട് പഠിക്കുകയാണ്. പിന്നെ ഇഷ്ടാണ് ടീച്ചിങ്, ചെറിയ കുട്ടികളെ ഇഷ്ടാണ്. ഓക്കെ ശരണ്യ, താങ്ക് യു. കുറെ പേര് ഞാൻ കുറെ പേര് വിളിച്ചിരുന്നു, നിങ്ങൾ കേൾക്കാനിട്ടാണ് കേട്ടോ. അനുജ, ഹായ്. ഹായ് മാം, എന്റെ വീട് കോട്ടയം വൈക്കത്താണ്. രണ്ട് കുട്ടികളുണ്ട്. ഒരാള് തേർഡില്, ഒരാളിപ്പം LKG പഠിക്കുന്നു. വേറെ ഇപ്പൊ കറന്റ് ഞാനിവിടെ ഒരു SIT എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് ടെലികോളറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം വർക്കിലാണ്. ഓക്കെ ശരി അനുജ, കാണാം. അഖില. എന്റെ പേര് അഖില. ഞാൻ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി. ഒരു മോളുണ്ട്, അംഗനവാടി പഠിക്കുന്നു. BCom കഴിഞ്ഞു, ഹൗസ് വൈഫ്. അഖില, താങ്ക് യു. സഫിയ ബാനു. സഫിയ ബാനു. ഹായ് മാം. ഹായ്. ഇവിടെ സഫിയ എവിടെ? എന്റെ പേര് സൗഫിയ, ഞാൻ ട്രിവാൻഡ്രത്ത് നിന്നാണ്. സൗഫിയ അല്ലേ? സൗഫിയ. പിന്നെ സംസാരിക്കാം. ഹസീന. റോസ്നി ജോജോ. വിളിച്ചായിരുന്നു, കേൾക്കുന്നില്ല എന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്റെ പേര് ഹസീന പറയട്ടെ കേട്ടോ. ഹസീന, ഹായ്, എന്റെ പേര് ഫസീന. ഞാന് +2 കഴിഞ്ഞു. എനിക്ക് 9 വയസ്സായൊരു മോളുണ്ട്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു മോളുണ്ട്. മലപ്പുറമാണ് സ്ഥലം. കല്യാണം കഴിച്ചിരിക്കുന്നത് പെരിന്തൽമണ്ണ. ഓക്കെ ഫസീന, താങ്ക് യു. ജസ്റ്റീന അബിൻ. ഹായ് മാം, എന്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കി രാജാക്കാടിന്റെ അടുത്താണ് എന്റെ വീട്. അപ്പൊ ഞാൻ BCom കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം കല്യാണമായിരുന്നു. ഒരു 10 വർഷത്തെ ഗ്യാപ്പായി BCom കഴിഞ്ഞിട്ട്. 3 കുട്ടികളുണ്ട് എനിക്ക്. മൂത്ത ആള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് LKGയില്, ഇളയ കുഞ്ഞിന് 11 മാസമായതേ ഉള്ളൂ. അപ്പം ഒരു ജോലി വേണം, അങ്ങനെ ഈ കോഴ്സ് കണ്ടു, അങ്ങനെ ജോയിൻ ചെയ്തു. അല്ല, ട്രാവലിംഗ് അല്ല, ഞാനിപ്പോ വണ്ടിക്കകത്ത് കയറുന്നത്. അകത്ത് പോരില്ല, കൊച്ചു ഭയങ്കര സൗണ്ട് ആണേ. അത് കാരണം പപ്പായും മമ്മിയും ഉണ്ട്, അവര് നോക്കിക്കോളും. നിബിയനെ വിളിച്ചാണോ ഞാൻ? നിബിയ ചോദിച്ചോ. അല്ല. നിബിയ എവിടെ? ഹായ് നിബിയ. ഹായ്, എന്റെ പേര് മേബിയ. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം, 3 കുട്ടികള്. മൂത്ത ആള് 3rd സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ ആള് UKG. കുഞ്ഞാള് അംഗൻവാടി ചേർത്തിട്ടുണ്ട്, പക്ഷെ ജൂലൈ 28 ആകുമ്പോഴേ 3 വയസ്സാവുള്ളൂ. അന്നേരം തൊട്ട് വിടണം. പിന്നെ ചെറിയ എംബ്രോയിഡറി സ്റ്റിച്ചിങ് ഒക്കെ ആയിട്ടിരിക്കണം. നടക്കട്ടെ, കാണാട്ടോ. രാഹുൽ രാധാകൃഷ്ണൻ. മാം, എന്റെ പേര് അനു രാഘവനാണ്. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് സംസാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് 9 വർഷമായി. ഞാൻ BSc B.Ed ആണ്. പിന്നെ 9 വർഷത്തിന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടറ്റ് എഴുതിയെടുത്തു. പിന്നെ 2 വർഷമായിട്ട് സ്കൂളിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്ര ഇയർ ഗ്യാപ്പ് വന്നോണ്ട് അവർക്കെല്ലാം ഒരു ഇതാണ്, ഇയർ ഗ്യാപ്പ് വന്നോണ്ട്. എന്താ മാം? കേട്ടറ്റ് 2 കിട്ടി. അപ്പൊ ഇനി എങ്ങനെയെങ്കിലും ഒരു ടീച്ചർ ആവണമെന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മോണ്ടിസോറി കോഴ്സ് എടുത്തത്. മക്കള് 2 പേരുണ്ട്, ഒരാള് 3ാം ക്ലാസ്സില്, ഒരാള് UKGയില്. താങ്ക് യു മാം. അഫ്ന മുബ്രീസ്. ഹായ് മാം. എന്റെ പേര് ദീപിക. ഒരു മിനിറ്റ് ഹസ്ന, നാളെ വന്നിട്ടുണ്ട്. ഞാൻ കാലിക്കറ്റാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 ഇയർ ഞാൻ ലീവ് ആയിരുന്നു. ഇനിയിപ്പോ സെപ്റ്റംബർ 1 മുതൽ ഞാൻ ജോലി
ജോലിക്ക് കയറാൻ പോകണേ. ഓക്കെ ഓക്കെ ദീപിക. ഓക്കെ ശരി, താങ്ക് യു. ഹഫ്ന. ഹായ് മാം, പറയൂ ഹഫ്ന. എന്റെ പേര് ഹഫ്ന. ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഞാന് BA എക്കണോമിക്സ് പഠിച്ചായിരുന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. 3 എക്സാമും കൂടി 5th സെമ്മിൽ എഴുതാണ്ട്. അതിന്റെ ഇടയിൽ പ്രഗ്നന്റ് ആണെന്ന് കണ്ടു നോക്കുമ്പോൾ 3 എക്സാം ഞാൻ എഴുതിയിട്ടില്ല 6th സെമ്മിലത്തെ. കഴിഞ്ഞ വർഷം എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ പ്രഗ്നൻസി അതും പോയി, എക്സാമും പോയി. അപ്പൊ ഈ വർഷം സപ്ലി പോലെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഷം. പിന്നെ ഇപ്പൊ വീട്ടില് വെറുതെ ഇരിക്കാണ്. എന്തായാലും TTC ചെയ്യണം എന്നുണ്ടായിരുന്നു. പുറത്ത് പോയി ചെയ്യാ അത്ര അങ്ങോട്ട് തോന്നിയില്ല. അപ്പൊ ഞാനിത് കണ്ടു നോക്കുമ്പോ ഇതിൽ കയറി. ഓക്കെ താങ്ക് യു ഹഫ്ന. അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാവരെയും വിളിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല മാം, റോസ്മിനെ വിളിച്ചല്ലേ? റേഞ്ച് ഇല്ലാന്ന് പറഞ്ഞു. സോറി കേട്ടാ. റോസ്മി പറയൂ. ഞാന് വീട് മലപ്പുറത്താണ്, നിലമ്പൂരാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത്. ചേട്ടൻ ഇവിടെ കടയാണ്, വൈറ്റ്ലയിലാണ് താമസിക്കുന്നത്. അപ്പൊ 2 മക്കളുണ്ട്. ഓക്കെ റോസ്മി. ഓക്കെ കേൾക്കുന്നില്ല കേട്ടാ. ഓക്കെ എല്ലാവരും പരിചയപ്പെട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങള് തമ്മിൽ ഫസ്റ്റ് എല്ലാവരെയും കണ്ടില്ലേ? ആരെയും അമൃതേനെ വിളിച്ചില്ലേ? അമൃതയെ പറയൂ. എന്റെ പേര് അമൃത. ഞാനിപ്പം PG കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഫോറിൻ അക്കൗണ്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് അക്കൗണ്ടന്റ് ആയിട്ട് ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. അപ്പൊ ടീച്ചർ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഭർത്താവിന്റെ കൂടെ പുറത്ത് പോകണം എന്നുള്ള ആഗ്രഹവും ഉണ്ട്. അപ്പം ഇതായി കിട്ടിയിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ചെയ്യാന്നുള്ള ആഗ്രഹത്തില്. താങ്ക് യു മാം. ഞാൻ പറഞ്ഞോണ്ടില്ല, കറക്റ്റ് സമയത്ത് എനിക്ക് കോള് വന്നതാ. ഷിനിമോൾ ഉണ്ടോ? ഷിനിമോൾ. ഷിനിമോൾ. ലുദിയ. എടാ ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കുന്നുണ്ട്. നേരത്തെ വിളിച്ചു. നിങ്ങൾക്ക് റേഞ്ചിന്റെ പ്രോബ്ലം ഒന്നും കേൾക്കാത്തായിരിക്കും കേട്ടോ. എന്റെ പേര് ഷിനിമോൾ. പറയോ. ഞാൻ കോട്ടയത്ത് നിന്നാണ്. ഞാനിപ്പോ +2 കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ച് 5-6 വർഷമായി. ഇപ്പൊ ഞാൻ ഒരു സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നു. ശരി, ഓക്കെ താങ്ക് യു. ആരെങ്കിലും റേഞ്ച് ഉണ്ടോ സംസാരിക്കാൻ? കേൾക്കാമോ? കേൾക്കാം. ഞാനിവിടെ വൈറ്റിലെല്ലാം താമസിക്കുന്നത്. ചേട്ടൻ ഇവിടെ കടയായോണ്ട്. എന്റെ ചേച്ചി നമ്മുടെ സ്മാർട്ട് ശ്രീയിൽ പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് ബാച്ച് ആയിരുന്നു. അപ്പൊ അങ്ങനെ ചേച്ചി പകുതി പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ജോയിൻ ചെയ്തു. അപ്പൊ എനിക്കത് അന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഞാൻ വേറൊരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ മോന് ഒരു ദിവസം ബെഞ്ചിൽ നിന്ന് മറിഞ്ഞു വീണിട്ട് തലയിടിച്ച് വീണിട്ട് അവന് കുറച്ച് ഇതായിരുന്നു, പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഒരു ടെൻഷനൊക്കെ ആയപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഈ ബാച്ചിലേക്ക് അങ്ങനെ വന്നത്. ഓക്കെ ശരി റോസ്മി. ഓക്കെ താങ്ക് യു. അപ്പോ ഇനിയുള്ളവരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിളിച്ചാൽ. ലുദിയ കേൾക്കാമോ? കേൾക്കാം. എന്റെ പേര് ലുദിയ. ഞാൻ കുന്നംകുളത്ത് നിന്ന് വരുന്നു. മോനുണ്ട്. തൃശ്ശൂർ ജില്ല. മോനുണ്ട്. 1.5 വയസ്സ് കഴിഞ്ഞു. ഞാൻ PG കംപ്ലീറ്റ് ആണ്. PG MSc സൈക്കോളജി ആയിരുന്നു, അപ്ലൈഡ് സൈക്കോളജി ആയിരുന്നു. സൈക്കോളജി തിയറീസ് ഒക്കെ അറിയാലോ. അപ്പൊ ലുദിയക്ക് ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് ചെയ്തത്. എനിക്ക് പ്രഗ്നൻസി ടൈം ഒക്കെ ആയതുകൊണ്ട് പോയി പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു പ്രഗ്നൻസി. അപ്പോ ഡിസ്റ്റന്റ് ആയിട്ട് ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ചെയ്തത്. ചെയ്തിട്ട് അധികം ആയിട്ടില്ല, 1 ഇയർ ആവുന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് ടീച്ചിങ് ആയതുകൊണ്ട് അങ്ങനെ ചേർന്നതാണ്. ഓക്കെ സന്തോഷമായിട്ട് കണ്ടല്ലേ. അപ്പൊ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി. ഇനിയുള്ളവരെ നമുക്ക് അടുത്ത ദിവസം വിളിക്കാം കേട്ടോ. അടുത്ത ദിവസം ഇനി പറയാത്തൊരു ഫസ്റ്റ് തന്നെ പറഞ്ഞോ. സമയം കഴിയും. 2 ഓക്കെ. അപ്പൊ
ഇത്രയും പേര് എല്ലാവരും കംപ്ലീറ്റ് പറ്റും. ഞാൻ അത്രയും പേര് ചെയ്യാറുള്ള 5 പേരുടെ പരിചയപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുക്കാറുള്ളത്. അവർ ഫ്ലോയിലങ്ങ് പോയി. അപ്പൊ എല്ലാവരും കണ്ടതിൽ സന്തോഷം, സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാവരും കുറച്ച് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു തീരുമാനത്തിൽ തന്നെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത് കേട്ടോ. എന്ത് തടസ്സങ്ങളും വന്നോട്ടെ, ഇതിൽ നിന്ന് പിന്മാറരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. ഒരു ക്ലാസ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഈ ഒരു പീരീഡ് മാത്രം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഐശ്വര്യ ലെഫ്റ്റ് ആയിക്കോളൂ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു.